ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നേ. ആറ്റുകാൽ പൊങ്കാലയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡെയിലി വീഡിയോ ഒക്കെ ഇട്ടിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് നല്ല രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ശേഷം ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ആഴ്ച മുന്നേ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ചെറിക്കുട്ടൻ്റെ ആദ്യമായിട്ട് ചോറൂണ് കൊടുത്തത് ആറ്റുകാൽ അമ്പലത്തിലാണേ. ആ വീഡിയോ ആണ് ഇത്. വീഡിയോ എടുത്ത് വെച്ച് എഡിറ്റൊക്കെ ചെയ്തപ്പോൾ പൊങ്കാലയായി. പിന്നെ പൊങ്കാലയുടെ വീഡിയോസ് ഇടാമെന്ന് കരുതി. അത് കഴിഞ്ഞ ശേഷം സാവധാനം ഈ വീഡിയോ ഇടാമെന്ന് കരുതി കേട്ടോ. പിന്നെ ഡെയിലി പൊങ്കാലയുടെ വീഡിയോസ് ഷോർട്സും വീഡിയോ ഒക്കെ ആയിട്ട് വോയിസും പറഞ്ഞ് ആകെ മടുപ്പായി. പിന്നെ കുറച്ച് എല്ലാവർക്കും ഒന്ന് റെസ്റ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ച്. ഫുൾ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗീസ്. ആറ്റുകാൽ അമ്പലത്തിലാണ്. എൻ്റെ ചെറുക്കുട്ടൻ രാവിലെ എണീച്ച് നല്ല ഹാപ്പി മൂഡിലൊക്കെ ആയിരുന്നു. മാമുണ്ണാൻ പോകുന്നതിൻ്റെ സന്തോഷമുണ്ടായി. മുഖത്തൊക്കെ നല്ല ആക്റ്റീവായിട്ടിരിക്കുകയായിരുന്നു. കുറച്ച് റിലേറ്റീവ്സൊക്കെ ആറ്റുകാൽ അമ്പലത്തിലാണ് വരുന്നത്. നമ്മൾ മാത്രമാണ് നേരെ ആറ്റുകാൽ അമ്പലത്തിൽ പോയത്. ആദ്യം പോയതിന് ശേഷം ആദ്യം നമുക്കവിടെ ഹാരം ഒക്കെ വാങ്ങിക്കണമായിരുന്നു. പിന്നെ തട്ടമൊക്കെ വെക്കണമായിരുന്നു. തട്ടമൊക്കെ വയ്ക്കാനായിട്ട് പിന്നെ മോനൂട്ടന് നേരിയതൊക്കെ മേടിച്ചു. അമ്പലം എത്തിയപ്പോൾ എൻ്റെ കുഞ്ഞു അവൻ ഉറക്കമായി. പിന്നെ തുലാഭാരത്തിന് കപ്പക്കൊലയൊക്കെ മേടിക്കണമെന്ന് എല്ലാവരും അതൊക്കെ വാങ്ങാൻ പോയ സമയത്ത് ഞാനും ചെറുക്കുട്ടനുമായിട്ട് അമ്പലത്തിൽ നിന്നു. അത് കഴിഞ്ഞു. ചെറുക്കുട്ടൻ ഉണർന്നു, നേരിയതൊക്കെ ഉടുപ്പിച്ചു. എന്നാലും ഉറക്കക്ഷീണമൊന്നും മാറിയിട്ടില്ല. എൻ്റെ മാമിയാണ് ഫസ്റ്റ് വന്നത്. ഒത്തിരി കുഞ്ഞാവളുണ്ടായിരുന്നു അവിടെ ചോറൂണിനായിട്ട്. അപ്പം ഒരു സെക്ഷനൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് കൊലയൊക്കെ കൊണ്ടുവരണം. പിന്നെ 2 റിലേറ്റീവ്സൊക്കെ എത്താനുണ്ടായിരുന്നേ. അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പം കുറച്ച് വേറെ കുഞ്ഞാവളൊക്കെ വന്നപ്പം എല്ലാവരും കൂടെ ഒരുമിച്ചാണ് അവിടെ ഇരുന്ന് ചോറുണ്ണുന്നത്. എനിക്കാണെങ്കിൽ 25 വർഷം മുന്നേ എൻ്റെ മോക്കൊക്കെ ചോറ് കൊടുത്തില്ലേ, അതേ ഇപ്പോഴും കണ്ണിലിരിക്കുന്ന കേട്ടോ. എന്നിട്ട് ഇപ്പോൾ അമ്മൂമ്മയായിട്ട് ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. ചെറുക്കുട്ടിന് ചോറ് കൊടുത്തപ്പോൾ ഫസ്റ്റ് കരഞ്ഞു. പിന്നെ പായസമൊക്കെ കൊടുത്തപ്പോൾ ഓക്കെ ആയി. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് നമ്മുടെ ചോറൂണൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷമാണ് മാവിന് തുലാഭാരം കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോയത്. തുലാഭാരം കപ്പക്കൊലയായിരുന്നു. നമ്മൾ വലിയൊരു കപ്പക്കൊലയാണ് നമ്മുടെ ചെറുക്കുട്ടന് വേണ്ടി മേടിച്ചത്. എൻ്റെ ചെറുക്കുട്ടനുണ്ടല്ലോ തുലാഭാരം ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കിടക്കും. ഇപ്പോൾ ഇതിൻ്റെ 3-4 തുലാഭാരം ആയിട്ടുണ്ട് അമ്പലങ്ങളിൽ. അവിടെയൊക്കെ പോകുമ്പോൾ സുഖമായിട്ട് കിടക്കും. ചില പോറ്റുമാർ വെള്ളം തളിപ്പിച്ച് കരയിക്കാറുണ്ട്. പിന്നെ സർപ്രൈസായിട്ട് എൻ്റെ രതി ചേച്ചി, റാണി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഞ്ജു, എല്ലാവരും, എൻ്റെ സിന്ധു ചേച്ചി, അങ്ങനെ രമ ചേച്ചി, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിയുടെ മോള് ചിഞ്ചുവിൻ്റെ മോളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മാമൻ സിന്ധു ചേച്ചിയുടെ അച്ഛനെ കാലൊക്കെ വയ്യാന്നിട്ടും മാമൻ വന്നതിൽ ഒരുപാട് സന്തോഷമായി. അങ്ങനെ ചെറുക്കുട്ടൻ്റെ വല്യമ്മയാണ് കേട്ടോ മഞ്ജുവിൻ്റെ കയ്യിൽ നിന്ന് ഉറക്കായി. പിന്നെ നമ്മൾ തട്ടമൊക്കെ കൊടുത്ത് മാവനെ കൊണ്ട് അകത്തൊക്കെ തൊഴിച്ചതിന് ശേഷം പുറത്തിറങ്ങി ചെറുക്കുട്ടൻ്റെ ചേട്ടച്ചനുമായിട്ട് ഫോട്ടോസ് എടുത്തു. അമ്മാമ്മയും കൂടെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പൊങ്കാല അടുത്ത് വരുന്നതേ ഉള്ളൂ. പക്ഷെ അതിൻ്റേതായിട്ടുള്ള തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. സിന്ധു ചേച്ചി, മാമൻ, രതി ചേച്ചി, എൻ്റെ അച്ഛൻ, രമ ചേച്ചി, എല്ലാവരും ഉണ്ടായിരുന്നു. രതി ചേച്ചിയും റാണി ചേച്ചിയൊക്കെ എൻ്റെ സർപ്രൈസായിട്ട് വന്ന്. എൻ്റെ ഏട്ടനാണെങ്കിൽ അവിടെ ഒതുങ്ങി നിൽക്കുമായിരുന്നേ. എന്നെയൊക്കെ വീഡിയോയിലൊക്കെ വന്ന് നിൽക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇപ്പം അധികം ഇങ്ങോട്ടൊന്നും വീഡിയോയിലൊന്നും വരാറേയില്ല. എൻ്റെ അമ്മുക്കുട്ടി വീഡിയോ കണ്ടതും തിരിഞ്ഞ് നിൽക്കുകയാണേ. പിന്നെ മഞ്ജുവിൻ്റെ മോനുണ്ടായിരുന്നു. പിന്നെ ചേട്ടനെ ആണെങ്കിൽ നമ്മൾ വീഡിയോയിൽ മുന്നെയൊക്കെ ഞാൻ പിടിച്ചുകൊണ്ട് വരുന്ന സമയം അടുത്ത ആൾ കാണത്തില്ല. പിന്നെ ഞാൻ വിചാരിക്കും ഇപ്പം ഞാനെങ്കിലും നിറഞ്ഞു നിൽക്കാമെന്ന് കരുതിയിട്ട് ഇപ്പം ചേട്ടന് ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടേ കരുതും. പിന്നെ എൻ്റെ അനിയനും അനിയത്തി. എൻ്റെ വിച്ചൂട്ടൻ്റെ ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി.
അമ്മുക്കുട്ടിയാണെങ്കിൽ ക്യാമറ കാണുമ്പോൾ തിരിഞ്ഞ് തിരിഞ്ഞ് നടക്കും കേട്ടോ. പിന്നെ അച്ഛനും ഒത്തിരി ഒന്നും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം കുറച്ചൊക്കെ വീഡിയോയിൽ ഫോട്ടോയിലൊക്കെ നിൽക്കണം. അതെനിക്ക് ഒരുപാട് സന്തോഷം. അമ്മ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ വല്യമ്മ ഉണ്ടായിരുന്നു. അച്ഛൻ എല്ലാത്തിനും മുന്നിലുണ്ടായിരുന്നേ. അമ്മ ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ എല്ലാ കാര്യത്തിനും മുന്നിൽ തന്നെ വരാറുണ്ട്. അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. പിന്നെ അച്ഛൻ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊക്കെ എനിക്ക് നിൽക്കുന്നതിൽ കുറച്ചെങ്കിലും അച്ഛന് ഇഷ്ടമേ ഇല്ലാത്ത കാര്യമാണ്. കുറച്ചൊക്കെ വീഡിയോ എടുക്കുന്ന കണ്ടാലും അച്ഛൻ നിൽക്കാറുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം. പിന്നെ എൻ്റെ സിന്ധു ചേച്ചി ശിവരാത്രി വ്രതമൊക്കെ കഴിഞ്ഞ് ആകെ ടയേർഡായിട്ട് നിന്നിട്ടും രാവിലെ തന്നെ കറക്റ്റ് ടൈമിന് എത്തിയിട്ടുണ്ട്. എൻ്റെ വിച്ചൂട്ടനും മാളൂട്ടിക്കും ഒക്കെ ആറ്റുകാൽ അമ്പലത്തിലാണ് നമ്മൾ ഫസ്റ്റ് ചോറ് കൊടുത്തത്. അവർക്ക് ഒരു അമ്പലത്തിലേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ആറ്റുകാൽ മാത്രം. എൻ്റെ ചെറുക്കുട്ടനാണ് ഒത്തിരി അമ്പലത്തിൽ മാമൂണ്ണാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആറ്റുകാൽ അമ്പലത്തിൽ ഉത്സവ ടൈമിനൊക്കെ ഞാൻ കുറച്ച് പേരെ കണ്ടിട്ടുണ്ടായിരുന്നേ, എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന. അവരൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ടാണ്. വീഡിയോ നിർത്തരുത്, അങ്ങനെ നിർത്തേണ്ട, ഇത് കണ്ടിന്യൂ ചെയ്യണം, മുന്നേറണം, അങ്ങനെയൊക്കെ കുറേ സപ്പോർട്ടൊക്കെ എനിക്ക് ആൻറ്റിമാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനായിട്ടൊരു ഇൻട്രസ്റ്റാണ്. പക്ഷേ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. അത് പിന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ കുറ്റം പറയുന്നതും ഇല്ലാത്തവരും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് അതിനെ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ വീട്ടിലോട്ടെത്തി. അത് കഴിഞ്ഞ ശേഷം നമ്മളാണെങ്കിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സദ്യ. അങ്ങനെ 3 ഐറ്റം പായസമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ വിളമ്പുന്ന കാര്യം കുറച്ച് മടിയുള്ളൂ. ബാക്കി എന്ത് ചെയ്യും, ഫുഡൊക്കെ ഉണ്ടാക്കി വയ്ക്കാനായിരുന്നാലും പാത്രം കഴുകാനും ഒരു പ്രശ്നമില്ല. പക്ഷേ വിളമ്പുന്ന കാര്യം കുറച്ച് മടിയുള്ളൂ. അത് എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ മോള് ചെറുക്കുട്ടനായിട്ട് ഇരിക്കുമായിരുന്നു. എന്നിട്ട് ഉറക്കിയതിന് ശേഷം നീതും മോളും എല്ലാവരും കൂടെ ചേർന്ന് വിളമ്പി. മഞ്ജു, സിന്ധു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി വിളമ്പി. കുറച്ച് പേര് 10-25 പേരും ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ചേച്ചിമാർ അമ്പലത്തിന് നേരെ എല്ലാവരും വീട്ടിൽ വന്നു സദ്യയൊക്കെ കഴിച്ചിട്ടാണ് പോയത്. എല്ലാം ഭംഗിയായിട്ട് നമ്മുടെ ചെറുക്കുട്ടൻ്റെ ചോറൂണൊക്കെ നടന്നു ഗീസ്. അപ്പം ഒരുപാട് സന്തോഷമായി. മാമിയെ വീഡിയോ എടുക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല മാമിക്ക്. എന്നാലും മാമിക്കറിയാം നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല എന്ന് കേട്ടോ. അതുകൊണ്ട് നമ്മളങ്ങ് മാമിയെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ലാസ്റ്റ് ഫുഡ് കഴിച്ചു. സിദ്ധുമോനും മോളും ഒക്കെ സിന്ധു ചേച്ചിയൊക്കെ കഴിച്ചു, ഏട്ടൻ കഴിച്ചു, നമ്മൾ എല്ലാവരും കഴിച്ചു ഗെയ്സ്. നമ്മുടെ സിന്ധു ചേച്ചിയുടെ മോൻ അച്ചു അമ്പലത്തിലല്ല വീട്ടിലാണ് വന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ചേർന്ന് ഊണൊക്കെ കഴിച്ചു. നമ്മൾ 3 പായസം ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അടപ്പായസം, കടലപ്പായസം, പാൽപ്പായസം, അരിപ്പായസം ഉണ്ടല്ലോ, അതും ബോളിയൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.